അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് വീക്ക് മാപ്പും വീക്ക് സെറ്റും എന്താണ് ജാവാസ്ക്രിപ്റ്റിന് എന്ന് നമുക്ക് നോക്കാം. വീക്ക് മാപ്സ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് ആണ്. കീസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആയിരിക്കും. കീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും അതിനകത്ത്. കീ വാല്യൂ പെയർസ് ആണ് അതിനകത്ത്. കീ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതാണ് വീക്ക് മാപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി എന്നാന്ന് വെച്ചാൽ വീക്ക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് യുണീക്ക് ഒബ്ജക്റ്റ് റെഫറൻസസ്. കളക്ഷൻ ഓഫ് യുണീക്ക് ആയിട്ടുള്ള യുണീക്ക് ആയിരിക്കും. അപ്പൊ യുണീക്ക് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആണ്. ദാറ്റ് ഓൺലി സ്റ്റോഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് ഡസ് നോട്ട് അലോ എനി പ്രിമിറ്റീവ്സ്. അതിനകത്ത് ഒബ്ജക്റ്റ് മാത്രമാണ് സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് മാത്രമാണ് സ്റ്റോർ ചെയ്യുള്ളൂ. വേറെ ഒരു പ്രിമിറ്റീവ്സിനെ അത് വീക്ക് സെറ്റ് അലോ ചെയ്യുന്നില്ല. അതാണ് വീക്ക് സെറ്റും വീക്ക് മാപ്പ്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് കീ എന്ന് പറയുന്നത് കീയും വാല്യൂ ഉണ്ട്. അതിനകത്ത് ഒബ്ജക്റ്റ് ആയി കീസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് എന്ന് പറയുന്നത് യുണീക്ക് ഒബ്ജക്റ്റ് റെഫറൻസസിന്റെ കളക്ഷൻ ആണ്. അതിനകത്ത് ഒബ്ജക്ട്സ് മാത്രമേ പാടുള്ളൂ. വേറെ ഒരു പ്രിമിറ്റീവ്സും പറ്റില്ല. വീക്ക് മാപ്പും വീക്ക് സെറ്റും എന്ന് പറയുന്നത് നോൺ ഐറ്ററബിൾ ആണ്. നമുക്ക് ഐട്രേറ്റ് അതിൽ കൂടെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിനകത്ത് സൈസ് പ്രോപ്പർട്ടി ഇല്ല. നമുക്ക് സൈസ് പ്രോപ്പർട്ടി ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഐഡിയൽ ഫോർ ടെമ്പററി ഡാറ്റ സ്റ്റോറേജ്. നമുക്ക് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ആൻഡ് മെമ്മറി എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിന്റെ മെമ്മറി എഫിഷ്യന്റ് മാനേജ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാം. മാനേജ്മെന്റിന് നമുക്ക് ഒബ്ജക്ട്സിന്റെ മെമ്മറി എഫിഷ്യന്റ് മാനേജ്മെന്റിന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ ലെറ്റ് വീക്ക് മാപ്പ് ഈസ്ക്വൽ ടു ന്യൂ വീക്ക് മാപ്പ് എന്ന് വന്നിട്ട് ലെറ്റ് ഒബിജെ ഈസ്ക്വൽ ടു നെയിം ആഡ് വീക്ക് മാപ്പ് ഡോട്ട് സെറ്റ് ഒബിജെ കോമ എംപ്ലോയി ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നള്ള് കൺസോൾ ഡോട്ട് ലോഗ് വീക്ക് മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ ലെറ്റ് വീക്ക് മാപ്പ് ഈസ്ക്വൽ ടു ന്യൂ വീക്ക് മാപ്പ്. അതായത് വീക്ക് മാപ്പ് ഈസ്ക്വൽ ടു ന്യൂ വീക്ക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു വീക്ക് മാപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് കീയും വാല്യൂ വിച്ച് സ്റ്റോഴ്സ് അതെന്താ ചെയ്യുന്നത്? കീ വാല്യൂ പെയർസിനെ സ്റ്റോർ ചെയ്യുന്നു. only objects can be keys in a weak map. വീക്ക് മാപ്പിനകത്ത് ഒബ്ജക്റ്റ് മാത്രമാണ് കീസ് ആയിട്ട് പാടുള്ളൂ. അപ്പൊ വീക്ക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ വാല്യൂ പെയർസിനെ സ്റ്റോർ ചെയ്യുന്നു. അതിനകത്ത് കീസ് ആയിട്ട് ഒബ്ജക്റ്റ് മാത്രമേ പാടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ലെറ്റ് ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നെയിം ആഡം എന്ന് വന്നിട്ട് വരുന്നു. അത് ഒരു ഒബ്ജക്റ്റ് ഒബിജെനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എന്നാന്ന് വെച്ചാൽ വീക്ക് മാപ്പ് ഡോട്ട് സെറ്റ് ഒബിജെ കോമ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയി എന്നാണ്. അപ്പൊ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് സെറ്റ് ചെയ്യാണ്. ഈ പെയറിനെ സ്റ്റോർ ചെയ്യുക. വീക്ക് മാപ്പിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒബിജെ എന്ന് പറഞ്ഞ കീയും കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്. പിന്നെ അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എംപ്ലോയി ആണ്. അപ്പൊ അത് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു വീക്ക് മാപ്പിലേക്ക്. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് വീക്ക് മാപ്പ് ഡോട്ട് ഗെറ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ നമ്മൾ ഗെറ്റ് ചെയ്യുന്നു കൺസോളിൽ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ദിസ് ലുക്സ് അപ്പ് ദ വാല്യൂ ഓഫ് ദി കീ. ഒബ്ജക്റ്റിന്റെ വാല്യൂ എന്താണോ അതിനെ എന്താണ് പ്രിന്റ് ചെയ്യുന്നു. അതാണ് വീക്ക് മാപ്പ് ഡോട്ട് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീക്ക് മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ വാല്യൂ എന്താണ്? എംപ്ലോയി എന്നാണ്. അപ്പൊ അതിനെ പ്രിന്റ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഗെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നൾ എന്ന് പറഞ്ഞ് ഒരു കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ അൺകമന്റ് ചെയ്യുവാണെങ്കിൽ ഗെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അൺകമന്റ് ചെയ്യുവാണെങ്കിൽ ഒബ്ജക്റ്റ് റെഫറൻസ് ഈസ് ഗോൺ. ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് പോകും. അപ്പൊ നമ്മൾ എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇല്ല. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. കാരണം വീക്ക് മാപ്പ് ഡോട്ട് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നള്ളാണെങ്കിൽ പിന്നെ ഒബ്ജക്റ്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് അൺഡിഫൈൻഡ് ആയിട്ട് മാറും. കാരണം ഒബ്ജക്റ്റ് അതിനകത്ത് ഇല്ലാത്തത് കാരണം, അതിന്റെ വാല്യൂ ഇല്ലാത്ത കാരണം. അപ്പൊ അതാണ് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് പോയി. അപ്പൊ എന്താണ്? ഔട്ട്പുട്ട് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. ഈ വീക്ക് സെറ്റിന്റെ എക്സാമ്പിൾ ആണ് ലെറ്റ് വീക്ക് സെറ്റ് ഈസ്ക്വൽ ടു ന്യൂ വീക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഇതിനകത്ത് വീക്ക് സെറ്റ് ഈസ്ക്വൽ ടു ന്യൂ വീക്ക് സെറ്റ് എന്ന് പറഞ്ഞ ഒരു എം ടി ആയിട്ടുള്ള ഒരു വീക്ക് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ലെറ്റ് ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നെയിം മാഡം എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഒ ബി ജെനെ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് അസൈൻസ് ഇറ്റ് ടു ദ വേരിയബിൾ ഒ ബി ജെ. ഒ ബി ജെ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. വേരിയബിൾ ഒ ബി ജിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീക്ക് സെറ്റ് ഡോട്ട് ആഡ് obj comma employee. This line adds only the object obj to the weak set. അപ്പൊ ഇതിനകത്ത് ഈ ലൈൻ എന്താ ചെയ്യുന്നത്? ഒബ്ജക്റ്റ് obj to the weak set. weak സെറ്റിലേക്ക് ഒബ്ജക്റ്റ് obj-നെ ആഡ് ചെയ്യുന്നു. എംപ്ലോയി പാർട്ട് ഇതിനകത്ത് ഒബിജെനെ മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു വീക്ക് സെറ്റിന്റെ പ്രത്യേകത ഒബ്ജക്റ്റിനെ മാത്രമാണ്. കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്, യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്. അത് ഒബ്ജക്റ്റിനെ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, വേറെ ഒരു പ്രിമിറ്റീവ്സും പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിനകത്ത് ഓൺലി ഒബ്ജക്റ്റ് ടു ദ വീക്ക് സെറ്റ്. വീക്ക് സെറ്റിനകത്ത് ഒബ്ജക്റ്റിനെ മാത്രമാണ് സ്റ്റോർ ചെയ്യുള്ളൂ. എംപ്ലോയി എന്ന് പറഞ്ഞ വേറെ പ്രിമിറ്റീവ് ആണ്. അപ്പൊ the employee part is ignored. weak set only accepts one argument. ഒരു ആർഗ്യുമെന്റ്, അതായത് ഒബ്ജക്റ്റിനെ മാത്രമാണ് എടുക്കുള്ളൂ, വേറെ ആർഗ്യുമെന്റ്സിനെ ഒന്നും എടുക്കൂല, ഒരു ആർഗ്യുമെന്റിനെ എടുക്കുള്ളൂ. സോ ദിസ് ഈസ് വാലിഡ്. അപ്പൊ ഇതിനകത്ത് ബട്ട് എംപ്ലോയി ഈസ് മീനിങ്ലെസ് ഹിയർ. അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് മാത്രമേ എടുക്കുള്ളൂ, എംപ്ലോയി എന്ന് പറയുന്നത് ഇതിനകത്ത് മീനിങ്ലെസ് ആണ്. ഇപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് വീക്ക് സെറ്റ് ഡോട്ട് ഹാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീക്ക് സെറ്റിനകത്ത് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ട്രൂ എന്ന് വന്നിട്ട് എടുക്കും. ചെക്സ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ വീക്ക് സെറ്റ് സിൻസ് യു ആഡഡ് ഇറ്റ് ഏർലിയർ ആൻഡ്. അപ്പൊ ഒബ്ജക്റ്റ് ട്രൂ അല്ല, ഔട്ട്പുട്ട് ട്രൂ എന്ന് വന്നിട്ട് എഴുതുന്നു. അതായത് ഒബ്ജക്റ്റ് ഒബിജെനകത്ത് വീക്ക് സെറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. വീക്ക് സെറ്റിനകത്ത് ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തായിരുന്നല്ലോ, അപ്പൊ അത് ചെക്ക് ചെയ്യുന്നു. സെറ്റ് ഹാസ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സിൻസ് യു ആഡഡ് ഇറ്റ് ഏർലി ആൻഡ് ഒബ്ജക്റ്റ് ഈസ് സ്റ്റിൽ ഡിഫൈൻ റിട്ടേൺസ് ട്രൂ. അതായത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കാരണം അത് ട്രൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് വീക്ക് സെറ്റ് ഡോട്ട് ഹാസ്. നമ്മൾ ഒബ്ജക്റ്റ് ഈസ്ക്വൽ ടു നൾ ആക്കുവാണെങ്കിൽ, അതായത് ഹാസ് ഒബിജെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒബ്ജക്റ്റ് നൾ ആക്കുവാണെങ്കിൽ ഒബ്ജക്റ്റ് നോ ലോങ്ങർ റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒബിജെ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിലേക്ക് ഒരിക്കലും റെഫർ ചെയ്യില്ല. കാരണം നൗ ദർ ഈസ് നോ ഒബ്ജക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളാക്കി മാറ്റി. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്താണ് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ നൗ ദർ ഈസ് നോ സ്ട്രോങ് റെഫറൻസ് ടു ദ ഒറിജിനൽ ഒബ്ജക്റ്റിലേക്ക് ഒരു റെഫറൻസ് ഇല്ല, നള്ളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗാർബേജ് കളക്ഷനിലേക്ക് പോകും ആൻഡ് വീക്ക് സെറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റിമൂവ് ഇറ്റ്. വീക്ക് സെറ്റിന്റെ പ്രത്യേകത അത് ഓട്ടോമാറ്റിക്കലി അതിനെ റിമൂവ് ചെയ്യും. സോ വീക്ക് സെറ്റ് ഡോട്ട് ഹാസ് ഒബിജെ എന്ന് പറയുന്നത് ഒബിജെ നള്ളായത് കാരണം ഫാൾസ് എന്ന് വന്നിട്ട്, കാരണം വീക്ക് സെറ്റിനകത്ത് ഇപ്പൊ ഒബിജെ ഇല്ല. അപ്പൊ വിൽ റിട്ടേൺ ഫാൾസ് എന്ന് വന്നിട്ട് എഴുതുന്നു. അപ്പൊ ഇതാണ് വീക്ക് മാപ്പും വീക്ക് സെറ്റും തമ്മിലുള്ള വ്യത്യാസം.